നമസ്കാരം. പ്രതിപക്ഷവും ബി ജെ പിയും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ്? കേരളം അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളിലെല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളതായിരുന്നു. ഇതിവർ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ പ്രചരണം ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഈ പ്രചരണം ശക്തമായ രീതിയിൽ ഇവർ കേരള സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാലങ്ങളായി ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. കേരളത്തിൽ വികസനമില്ല, അഥവാ വികസനം ഉണ്ടായാൽ തന്നെ അതെല്ലാം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പദ്ധതികളാണ് എന്ന് കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. കേരളത്തിൽ ഇടതുപക്ഷം വരുന്നത് 2016 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിലെ വികസനങ്ങൾക്ക് വേണ്ടി യാതൊരു കാര്യവും ഇതുവരെ എടുത്തു പറയത്തതൊന്നും ചെയ്തിട്ടില്ല. അതാണ് ബി ജെ പി ഗവൺമെന്റ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോഴാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെയും അടിസ്ഥാന വർഗങ്ങൾക്ക്, തൊഴിലാളികളായിട്ടുള്ള താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി വികസനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇവരുടെ കണ്ണിൽ ഒരു വികസനമേ അല്ല. ഇവർ പറയുന്നത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന അതേ വാക്യങ്ങളാണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എന്തായാലും കോൺഗ്രസും ബി ജെ പിയും അതേ പല്ലവി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഒട്ടനവധി കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഇപ്പോൾ ഈ 10 വർഷത്തിനിടയ്ക്ക് നമ്മൾ നേടിയിട്ടുണ്ട്. അത് ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഈ മാധ്യമങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് നല്ല അനുഭവമുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. ബി ജെ പിയും കോൺഗ്രസും ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കഴിഞ്ഞ ദിവസം AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന്റെ മണ്ഡലമായിട്ടുള്ള ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ MP ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മെറിറ്റ് അവാർഡ് ദാന ചടങ്ങിൽ കർണാടകത്തിന്റെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കൃഷ്ണ ഗൗഡ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്നും ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം കേരളം നമ്പർ 1 ആണ്. ഇന്ത്യയിലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ എല്ലാത്തിലും നമ്പർ 1 ആണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോ ഇടതുപക്ഷവും അല്ലെങ്കിൽ CPM-ഉം CPI-യും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ മാധ്യമങ്ങളായിട്ടുള്ള ദേശാഭിമാനിയും ജനയുഗവും മറ്റ് ഇടതുപക്ഷത്തിന്റെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെയല്ല. കർണാടകത്തിന്റെ റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ വികസനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു. 10 വർഷത്തെ വികസനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തിളങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന്. എന്തായാലും നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കേരളത്തെ പ്രശംസിച്ച് കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബൈരഗൌഡ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം മികച്ചതാണ് എന്ന് മന്ത്രി പറഞ്ഞു. കേരളം രാജ്യത്തിന് വഴികാട്ടുന്നുവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലിരിക്കെ
മന്ത്രി പ്രശംസിച്ചു. If human resource is the most important resource, if human development is the most important asset any country has, then Kerala is number one in the whole of India when it comes to human development. Education, Kerala is number one. Healthcare, Kerala is number one. Human development, Kerala is number one. It is the shining example for the whole of India, not Gujarat. Gujarat, if you look at their education, health index, social development index, they are way behind Kerala. Kerala shows the way for whole of India when it comes to human development. സംസ്ഥാനത്താകെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വൻ തകർച്ചയാണ് എന്നാരോപിച്ച് പ്രതിപക്ഷവും കോൺഗ്രസ് പാർട്ടികളുമെല്ലാം വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച അദ്ദേഹത്തിന്റെ എംപിയുടെ പേരിലുള്ള എംപി മെറിറ്റ്സ് അവാർഡ് വിതരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കർണാടക റവന്യൂ മന്ത്രിയുമായ കൃഷ്ണ ബൈരഗൌഡെ കേരളത്തിന് വലിയ പ്രശംസ നൽകിയിരിക്കുന്നത്. ഷൈനിങ് എക്സാമ്പിൾ ഫോർ ദ കൺട്രി എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇടതുപക്ഷ നേതാക്കന്മാരോ ഇടതുപക്ഷ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇടതുപക്ഷ മാധ്യമങ്ങളോ ഇടതുപക്ഷ ചായ്വുള്ള മാധ്യമങ്ങളോ നവമാധ്യമങ്ങളോ ഒക്കെ പറയുമ്പോൾ BJPയും കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനം ഒന്നും നടക്കുന്നില്ല. എല്ലാത്തിനും വികസന മുരടിപ്പാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളാണ് ഇവരുടെ വികസനങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതായിരുന്നു ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഈ കോൺഗ്രസിന്റെ വക്താവ് തന്നെ ഇപ്പോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർ ഇനി ആരെ കൂട്ടുപിടിച്ച് ഇനി ഇവർ വികസന മുരടിപ്പുണ്ട് എന്ന് ഇവിടെ ജനങ്ങളുടെ സമക്ഷം പറയാൻ ഇവർ ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ കേന്ദ്ര തലപ്പത്ത് വരെ ഇരിക്കുന്ന ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലുള്ള വ്യക്തികൾക്ക് വരെ മനസ്സിലായിരിച്ചിട്ടുള്ള ഈ കാര്യം കേരളത്തിലെ കോൺഗ്രസുകാർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഈ മന്ത്രിയുടെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ഇന്ത്യയിലെമ്പാടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് കേരളത്തിലെ വികസനവും പിണറായി വിജയന്റെ ഈ ഭരണ നേട്ടങ്ങളെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളും ഇന്ത്യയിലെ മുക്കിലും മൂലയിലും വരെ ചർച്ചയാവുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.